ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് പാൽ ബണ്ണിന്റെ റെസിപ്പി ആയിട്ടാണ്. പുറമേ കുറച്ച് മൊരിഞ്ഞതും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള പാൽ ബണ്ണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ. ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ പാൽ ബണ്ണ് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുക്കുക. അതിൻ്റെ കൂടെ ഞാനിവിടെ 2 ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഈ 2 ഏലക്കയും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബാക്കി പഞ്ചസാര ഇതിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി ഞാനിവിടെ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഗോതമ്പ് മാവിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ചായക്കടയിൽ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടില്ലേ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഏലക്കയും അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര്. വെള്ളം കൂടുതലുള്ള തൈരാണെങ്കിൽ അരിപ്പയിൽ കുറച്ചൊന്ന് ഒഴിച്ചു വെച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ടേ കുഴച്ചെടുക്കാവൂ. മാവ് അധികം ലൂസായി പോകാനും പാടില്ല, അധികം കട്ടിയായിട്ട് ഇരിക്കാനും പാടില്ല. നമ്മൾ ഉണ്ടംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കലക്കി എടുക്കില്ലേ, അതുപോലെയാണ് ഇരിക്കാൻ. ഇതിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വല്ലതും ഇട്ടിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ഫോർക്കും സ്പൂണും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ കണ്ടോ, ഇതുപോലെയാണ് മാവിരിക്കാൻ. അധികം ലൂസും അല്ല അധികം കട്ടിയും അല്ല. ഇതാണ്ടോ, ഇങ്ങനെ പൊക്കി ഒഴിക്കുമ്പോൾ ഇതുപോലെ വീഴണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് പഞ്ചസാരയുടെ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷമുള്ള ബാക്കി പഞ്ചസാര ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സിറപ്പാക്കി എടുക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മുതൽ 3 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും ഇത് സിറപ്പിൻ്റെ രൂപത്തിലായി വരും. കൂടുതലിട്ട് തിളപ്പിച്ചിട്ട് ഒരു നൂൽ പരുവമൊന്നും ആയി വരരുത്. എന്നാലും തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കട്ട പിടിച്ചു പോവും. കുറച്ചെടുത്തിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നണം. അപ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ കൂടുതലിട്ടിട്ട് തിളപ്പിക്കരുത്. കൂടുതൽ വറ്റിപ്പോയാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നേന്ന് ഇതേപോലെ ആക്കി എടുത്താൽ മതി. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. തീ മീഡിയത്തിൻ്റെയും സിമ്മിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഒന്നുകിൽ കയ്യിൽ എണ്ണ തടവുക, അല്ലെങ്കിൽ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ വറുത്തെടുക്കില്ലേ, അതുപോലെ എടുത്തിട്ടിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ പാൽബണ്ണാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ വലിയ പാൽബണ്ണും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ എണ്ണ കൂടുതൽ ഒഴിക്കേണ്ടി വരും. കുറച്ച് കുഴിവുള്ള പാത്രവും എടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. തീ കുറച്ചിട്ടിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. എന്നാലേ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇത് ഇടുമ്പോൾ താഴെ തട്ടി നിൽക്കാതെ നോക്കണം കേട്ടോ. താഴെ തട്ടി നിന്നാൽ അധികം താഴ്ഭാഗം കറുത്തു പോവും. താഴെ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വലിയ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അകമൊന്നും വെന്ത് കിട്ടില്ല. താഴെയും ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പം ഇതുപോലെ ബാക്കിയും വറുത്തെടുക്കാം. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഷുഗർ സിറപ്പിന് ചൂട് വേണം. ചൂടല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കേണ്ട, ചെറിയ ചൂട് മതി. ഒന്ന് ഷുഗർ ഇതിൽ കോട്ടായി വരണം. കൂടുതൽ നേരമൊന്നും നമ്മൾ ഇട്ടേക്കണ്ട, എന്നാലും മധുരം കൂടിപ്പോവും. ഒന്ന് കോട്ടായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ അധികം മധുരമുള്ളത് ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഷുഗർ സിറപ്പിൽ ഇടേണ്ട ആവശ്യമില്ല. വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ ഷുഗർ സിറപ്പിൽ ഇടാത്തതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കുട്ടികൾക്കൊക്കെ ആവുമ്പം ഷുഗർ സിറപ്പിൽ ഇട്ടത് തന്നെ ആയിരിക്കും ഇഷ്ടം. ഷുഗർ സിറപ്പിലോട്ട് ഇട്ടിട്ട് 2 മിനിറ്റ് ഒക്കെ ആവും മുന്നേ തന്നെ നമ്മൾ എടുത്തു മാറ്റണം. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പം നമ്മുടെ പാൽ ബൺ തയ്യാറായിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. പുറമേ കുറച്ച് മൊരിഞ്ഞതും അകം നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ. എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും.
ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.